ഞാൻ തയ്ച്ചെടുത്ത സ്റ്റെപ്പിൻ്റെ മുകളിൽ ബാക്ക് സൈഡിലുള്ള സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു മാറ്റാണിത്. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ നീളത്തിലാണ് തയ്ച്ചെടുത്തത്, വീതി കുറച്ചിട്ട്. അപ്പോൾ അത് ചാക്ക് വെച്ചിട്ട് അടിയിൽ തിക്കായിട്ടുള്ള തുണി വെച്ചടിച്ച് ബോർഡർ മാതിരി തയ്ച്ചെടുത്തതാണ്. അപ്പോൾ ഇത് മാറ്റ് കാണാൻ അതേമാതിരി ഉണ്ടാവും. അപ്പോൾ ഈ മാറ്റ് എങ്ങനെയാണ് തയ്ക്കുക നോക്കാം. ഈ മാറ്റ് സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇടുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഒരു വ്യത്യസ്തത അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ഫ്ലോർ മാറ്റ് തയ്ക്കാൻ വേണ്ടത് ഞാൻ സവാളേൻ്റെ ചാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. കണ്ട് അപ്പം നീളത്തിലാണ്, ആ സ്റ്റെപ്പിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നീളത്തിലാണ് ഞാൻ തയ്ച്ചെടുത്തത്. കണ്ട് ഒരു സാധാരണ വെറുതെ ഒരു ഈ മാറ്റ് ഇടുന്നതിന് പകരം ഒരു ചേഞ്ച് കൊടുക്കുക, അതിന് വേണ്ടി ഞാൻ ചേഞ്ച് എടുക്കുന്നത്. കണ്ട് ഈ സൈഡ് ഇങ്ങനെ തയ്ച്ചു. അതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ നല്ല ഈ നൈറ്റീൻ്റെ ക്ലോത്ത് വെച്ചിട്ട്, പഴയ നൈറ്റീൻ്റെ ക്ലോത്ത് വെച്ച് തയ്ച്ചെടുത്തു. അപ്പോൾ എന്താ കാരണം വെച്ചാൽ നല്ല തിക്കായിട്ടുണ്ടാവും, പെട്ടെന്ന് തെന്നൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്ച്ചെടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ നല്ല വീതിയിൽ പൈപ്പിംഗ് കൊടുത്താൽ മതി. അപ്പോൾ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും. ഞാനിതാ ഈ ചവിട്ടീൻ്റെ ഈ ഭാഗം നമ്മളെ നിലത്തിടുന്ന ഭാഗം, ഈ ഭാഗമാണ് ചവിട്ടുന്നത്. അപ്പോൾ ഇവിടെയാകുന്ന സമയത്ത് നമുക്ക് ചവിട്ടുന്ന സമയത്ത് കിട്ടില്ല. അപ്പോൾ ഇതൊന്നും കൂടെ തിക്കായിരിക്കും ഇത്. ഇനിയിപ്പോൾ അടുത്തതിൻ്റെ മുകളിലൊരു പൈപ്പിംഗ് വെക്കാൻ വേണ്ടിയിട്ട് ഈ പീസാണ് എൻ്റെ ഒരു പഴയ നൈറ്റീൻ്റെ പീസാണിത്. ഇത്ര വീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്ച്ച് കൊടുക്കുക വെച്ചാൽ ഈ അറ്റത്ത് ഇവിടുന്ന് എടുത്തിട്ട് ഇതേമാതിരി വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ഇവിടെ കുറച്ച് മടക്കണം, എന്നാലും ഇവിടെ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതേമാതിരി നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. ഈ അറ്റം വരെ ഒരു ലൈൻ, ഒരു സൈഡ് ഫുള്ളായിട്ട് തയ്ച്ച് കൊടുക്കുക. തയ്ച്ച് കൊടുത്തിട്ട് കാണിച്ചു. അതേമാതിരി ഞാൻ നീളത്തിൽ തയ്ച്ചെടുത്തുകൊണ്ട് അപ്പം ഇനിയിപ്പോൾ അടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് അവിടെ തയ്ച്ചെടുത്ത് ഈ ഭാഗം വെച്ചിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ഒന്നും കൂടെ എന്നിട്ട് ഇതേമാതിരി ഇവിടെ തയ്ച്ച് കൊടുക്കുക. ഇതേ മടക്കിയിട്ട് ഇവിടെ ഇവിടെ അതേമാതിരി രീതിയിൽ മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ബോർഡർ മാതിരി വരും, നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. ഇത് അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബോർഡർ മാതിരി വന്നു. ഇതിൻ്റെ 3 വശം ഇതേമാതിരി തുണിയെടുത്ത് തയ്ച്ച് കൊടുത്താൽ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ സാധാരണ വെറുതെ ചാക്കിടുന്നതിന് ഒരു ഡിസൈനൊക്കെ വെച്ചിട്ട് ഒരു ചവിട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ 3 സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ മാറ്റിൻ്റെ 4 സൈഡും ഞാൻ ചുവപ്പ് വെച്ച് ബോർഡർ വെച്ച് തയ്ച്ചെടുത്തു. അപ്പോൾ കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി നമുക്കിത് ഉപയോഗിക്കാനായിട്ട്